അതിൻ്റെ ശേഷം ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിതഗണം ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വെളിപ്പാനുള്ളവരും ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉറവിടമായുള്ളവേ, അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ വരികയും മരണപുനരുദ്ധാനങ്ങളിലൂടെ ഞങ്ങൾക്ക് നിത്യജീവന്റെ കവാടം തുറക്കുകയും ചെയ്തുവല്ലോ. നാഥ, അവിടുന്ന് ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. അവിടുത്തെ സ്വർഗാരോഹണത്തെ അനുസ്മരിക്കുന്ന ഈ പരിശുദ്ധ ദിവസം ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ പ്രാർത്ഥനാനിരതരാകാനും അവിടുന്ന് കൃപയാൽ കൽപ്പിച്ചിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ വലിയ നന്മകൾക്കായി നന്ദിയും സ്തോത്രവും അർപ്പിക്കാനും ഏഴകൾക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി തിരുനാമത്തെ വാഴ്ത്തുന്നു. വീണ്ടും നാഥ, ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ തന്നെ ആയിരുന്നുകൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കാൻ കർത്താവിടയാക്കിയല്ലോ. ഞങ്ങൾ തിരുസന്നിധിയിൽ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവെ, ഇന്നത്തെ ആരാധന അനുഗ്രഹപൂർണമാക്കി തീർക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഏകാഗ്രതയോടെ തിരുസന്നിധിയിലായിരുപ്പാൻ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണം. ക്രിസ്തു യേശു മുഖാന്തരം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് 89 ഗീതം പാടാം. ഗീതം 89. ആരാധനക്രമം 3-ാം പുറം 1-ാം ഭാഗം സ്തുതിത്താനികൾ ഉപയോഗിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തുതിത്താനികൾ 1-ാം ഭാഗം, പേജ് 3. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്കു തന്നെ നേർച്ച കഴിക്കുന്നു. യഹോവയുടെ വാതിലുകൾ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്ക.
നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കിലെ ആളുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തങ്ങളുടെ മനസ്സ്, അവിടുന്ന് ഒഴുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവത്തെ അങ്ങ് നിരസിക്കുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് അമ്മയുടെ അടുക്കൽ ചെന്ന് അവിടത്തോട്, അപ്പ ഞാൻ സ്വർഗ്ഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ബോധ്യങ്ങളോടെയും അല്ലാതെയും വന്നുപോയ എല്ലാ പിഴവുകളെയും കുറവുകളെയും ആത്മീകമായ ജീവിതത്തിൽ കടന്നുകൂടിയ പരിമിതികളെയും ദൈവസന്നിധിയിൽ നമുക്ക് അനുതാപത്തോടെ ഓർക്കാം. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല എന്ന് വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ മറയ്ക്കാതെ അനുതാപത്തിൻ്റെ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ കുറവുകളെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നതിനായി ആരാധനക്രമം 11-ാം പുറം ദാവീദിന്റെ അനുതാപ പ്രാർത്ഥന നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെളിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്ത് അങ്ങേക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യം അനുഭവിച്ചിരിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എന്റെ അകത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിന്നും എടുക്കുകയും വരുതേ. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കുമ്പോൾ ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയും. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കയില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ നമ്മുടെ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. അനുദിനം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് തിരുസന്നിധിയിൽ നന്ദിയും സ്തോത്രവും അർപ്പിക്കാം. എണ്ണിയാലൊടുങ്ങാത്ത നന്മകൾ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരുതിയല്ലോ. ഇത്രമേൽ സന്തോഷത്തോടും സമാധാനത്തോടും അഭിമാനത്തോടും ജീവിക്കാൻ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ മുഖാന്തരങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന നന്മകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം.
സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തിരുസന്നിധിയിൽ നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് നന്ദിയും സ്തോത്രവും അർപ്പിക്കാം. അതോടൊപ്പം തന്നെ പൊതുവായ നന്മകളെ ഓർത്തുകൊണ്ട് തിരുസന്നിധിയിൽ കൃതജ്ഞത, നന്ദി, സ്തോത്രം അർപ്പിക്കുന്നതിന് ആരാധനക്രമം 15-ാം പുറത്തിലെ 1-ാമത്തെ സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എന്ന് സഭയ്ക്ക് ആത്മാർത്ഥമായി പറയാം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എന്ന്. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവും ഉള്ളവനാകയാലും അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാതാപിതാക്കൾ, മക്കൾ, ദമ്പതികൾ, സഹോദരങ്ങൾ മുതലായി പല വിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, സഭാ ശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകർ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, തൊഴിലാളികൾ, മറ്റ് സുഹൃത്തുക്കൾ എന്നിവർക്കായി, നമ്മുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി, ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി, ദിനം പ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നതിനായും പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭ്യമായതുകൊണ്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുന്നതിന് മനുഷ്യനായി അവതരിച്ച്, ജീവിച്ച്, മരിച്ച്, ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി, ദൈവവചനം എന്ന വിശിഷ്ടദാനത്തിനായി, ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായും ക്രിസ്തുവിൽ ലഭ്യമായ സമൃദ്ധമായ ജീവനായും, നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിൽ എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നു എന്നും അവിടുത്തെ സ്നേഹം ഞങ്ങൾ ഒരിക്കലും കൈവിടുകയില്ല എന്നും സർവകാലത്ത് നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നു എന്ന് വിശ്വസിക്കാൻ കൃപയേറണമേ. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരാനും പ്രശാന്തവും സംതൃപ്തമായ മനസ്സോടുകൂടെ അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശുമിശിഹാ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് 380-ാമത്തെ പാട്ട് പാടാം. ഗീതം 380. Oh
വേദഭാഗം വായിക്കുന്നു. സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ അധ്യായം 14, 15 മുതൽ 21 വരെ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിനവന് ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണുന്നു. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിനും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഈ തിരുവചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം സ്വീകരിച്ച് പറയാം. ആരാധനക്രമം 22-ാം പുറം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ആകുലോ നേരത്തൻ ചാരത്തണഞ്ഞോ ഏകുന്നു സാന്ത്വനം നീ എനിക്ക്. ആകയാലില്ലാതെല്ലാം ഭയം പകലും രാവും നീയാഭയം. എന്നേശുവേ നീയാശ്രയം എന്നാളും മന്നേ സാധുവിനോ. എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ എന്നേശുവേ. ഞങ്ങളോട് സ്നേഹിച്ച് വഴിയെടുക്കുന്ന സ്വർഗീയ പരിശുദ്ധ പിതാവേ, ഈ ശാപത്തിന്റെ അധികാല വേളയിൽ കർത്താവേ, പലയിടത്തായിരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി അങ്ങ് ആരാധിപ്പാൻ ഒരവസരം ഒരുക്കി തന്ന അനുഗ്രഹിക്കായി സ്തോത്രം. ഞങ്ങൾ എവിടെയായിരുന്നാലും കർത്താവെ ഞങ്ങളുടെ സന്നിധിയിലാണായിരിക്കുന്നതെന്നുള്ള ഓർമ്മയോടെ ഞങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് കർത്താവെ പ്രാർത്ഥനയോടായിരിക്കാൻ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് കഴിച്ചുന്നപ്പാ. ദൈവമേ, ഞങ്ങൾ കർത്താവെ ദൈവമേ ഈ കോവിഡ്-19 എന്ന ഈ കർത്താവെ ഈ മഹാമാരിയിൽ നിന്നും ഈ വൈറസിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടുവാൻ എൻ്റെ പിതാവിൻ്റെ കൃപയെല്ലാം ഞങ്ങൾക്ക് ഒന്നുകൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. 1000-10,000 ഈ ലോകത്ത് നടക്കപ്പെട്ടു. അപ്പം പലരും കർത്താവെ ദൈവമേ രോഗത്തിൻ്റെ ഭീഷണിയാലായിരിക്കുന്നു. ഇനിയും കർത്താവെ സൗഖ്യം പ്രാപിച്ചവരുണ്ട്, ഇനി സൗഖ്യത്തിനായിട്ടായിരിക്കുന്നവരുണ്ട്. ദൈവം തന്നെ കൂടെ ഉണ്ടായിരുന്ന് അവരുടെ ആവശ്യങ്ങളിലും അവരുടെ രോഗസൗഖ്യത്തിനും കൂടെ ഉണ്ടായിരുന്ന വഴി നടത്തണമേ. മറ്റൊരുത്തനിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല. അപ്പോൾ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിന് പ്രകാരം അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ആശ്രയിച്ച് ഞങ്ങളുടെ ആവശ്യം തിരുമ്പി തരുന്നു. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും എല്ലാം ക്ഷമിക്കണമേ. ദൈവമേ കർത്താവേ, ഞങ്ങളുടെ കല്ലായ ഹൃദയങ്ങളെ മാറ്റണമേ. ഞങ്ങൾക്ക് വിനയത്തിൻ്റെ ആത്മാവിനെ തരണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ആത്മാവിനെ തരണമേ. ഒരു മനസ്സിൻ്റെ ആത്മാവിനെ തരണമേ. സ്നേഹത്തിൻ്റെ ആത്മാവിനെ തരണമേ. അപ്പാ, അങ്ങയുടെ കൃപയെല്ലാം ഞങ്ങൾക്കൊന്നുമില്ല എന്ന് ഉണർന്നുകൊണ്ട് ജീവിപ്പാൻ ഈ കാലയളവ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ രക്തം കൊണ്ടല്ലാതെ കർത്താവെ ഞങ്ങൾക്ക് ഇതിനൊരു വിടുതലില്ല എന്ന്
പൂർണ്ണമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ. അങ്ങയിൽ ആശ്രയിക്കുന്ന മക്കളെ അങ്ങ് വിടുകയില്ലപ്പാ, അങ്ങ് കൈവിടുകയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിന് പ്രകാരം ഞങ്ങളോട് കൂടെ ഉള്ള കൃപയ്ക്കായി സ്തോത്രം. ദൈവം പ്രവർത്തിക്കണമേ. അങ്ങ് പ്രവർത്തിച്ചാൽ ആർ തടുക്കുമപ്പാ? അകൃത്യങ്ങളെ കണക്കിട്ടാൽ ആർ ഈ ലോകത്തിൽ നിലനിൽക്കുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ഞങ്ങളെ കുറവുകൾ ഓർക്കരുതേ, ഞങ്ങളെ കുറ്റങ്ങൾ ഓർക്കരുതേ. ലോകത്തിന് വിടുതൽ തരണമേ, ദേശത്തിന് വിടുതൽ തരണമേ. ദൈവമേ, ഞങ്ങളെ കർത്താവേ, ആലയത്തിലുള്ള എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ആരെങ്കിലും കർത്താവേ വിധമായുള്ള രോഗത്തിലോ ഭയത്തിലോ പ്രതിസന്ധിയിലോ പ്രയാസത്തിലോ ഒക്കെ ആയിരിക്കുന്നെങ്കിൽ എൻ്റെ ദൈവം കർത്താവേ അവരുടെ പ്രാർത്ഥന കേട്ട് ഈ സമയം തന്നെ സൗഖ്യം ഇവിടുത്തെ ആശ്വാസം കൽപ്പിക്കണമേ. ഞങ്ങൾ കർത്താവേ ഈശോസാറിനായി പ്രാർത്ഥിക്കുന്നു. വളരെ നാളുകളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ദൈവത്തിന് കർത്താവ് എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ ഹിതം പോലെ അടക്കട്ടെ. അപ്പോൾ ഗിൽഡ ടീച്ചറിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ കർത്താവെ പ്രത്യാശയുടെ അനുഭവത്തിൽ പ്രാർത്ഥനയോടായിരിക്കാൻ എൻ്റെ പിതാവ് ഈ കാലയളവിൽ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങൾക്ക് ശാന്തി എന്ന മോൾക്കായി പ്രാർത്ഥിക്കുന്നു. അവൾ ദൈവമേ വളരെ ക്ഷീണാവസ്ഥയിലൊക്കെ ആണ്. എൻ്റെ ദൈവം കാണുന്നതിനായി സ്തോത്രം. ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ലപ്പാ. ഞങ്ങൾ വെറും ക്രമേണ ആശക്തരും ബലഹീനരും അതെല്ലാം ഞങ്ങൾ ഈ കാലയളവിൽ മനസ്സിലാക്കിയല്ലോ. എങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം ശ്രദ്ധ വെച്ച് കേട്ട് ദൈവമേ നിങ്ങൾ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ ഉത്തരം തരാമെന്ന് കൽപ്പിച്ചല്ലോ. അതിന് പ്രകാരം ഞങ്ങൾ പ്രിയമാളെ തിരുമ്പി തരുന്നു. അവൾക്ക് സൗഖ്യം വിടുതലും ആശ്വാസം കൽപ്പിച്ച് വഴിയെടുത്തണമേപ്പാ. നന്മള നിറയ്ക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ആ മകളെ അനുഗ്രഹിക്കണമേപ്പാ, അവളുടെ ഭാവി അനുഗ്രഹിക്കണമേ. ഒന്നുകൊണ്ട് ആധൈര്യപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് കൽപ്പിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ അവളെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ അറിയാത്ത നന്മളാ സ്വർഗം തുറന്ന് ദൈവം അനുഗ്രഹിക്കുമെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ആലയത്തുള്ള എല്ലാ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേപ്പാ. ദൈവമേ, ഞങ്ങളുടെ മക്കൾക്ക് കർത്താവേ സംഘടനയുടെ പ്രവർത്തനം ഇല്ലല്ലോപ്പാ. ഞങ്ങളുടെ മക്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുതേ. ഞങ്ങളുടെ മക്കളെ പാടുവാനും പ്രാർത്ഥിപ്പാനും ഞാൻ കർത്താവേ സംഘടനയിൽ പ്രവർത്തിപ്പാനും ദൈവം ഉത്സാഹത്തോടെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട്. ഞങ്ങളുടെ മക്കളെ വീണ്ടും കർത്താവേ ഞങ്ങളുടെ ആരാധനാലയങ്ങളിൽ പ്രവർത്തിപ്പാനും തുറക്കുവാൻ ഞങ്ങൾക്ക് ആരാധന നടത്തുവാനും പരിശുദ്ധ പിതാവ് സഹായിച്ചേ മതിയാവൂ. ഞങ്ങളുടെ മക്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുതേപ്പാ. പഠിക്കുന്ന മക്കളുണ്ട്, പഠിക്കാൻ ബുദ്ധി ശക്തി ആരോഗ്യത്തെ കൊടുത്ത് ഇതെല്ലാം മറന്നിട്ട് പുതിയ ക്ലാസ്സുകളിൽ പഠിക്കാനുള്ള കൃപ നൽകണമേ. യേശുപ്പ അകലെയൊക്കെ ധാരാളം പേർ താമസിക്കുന്നു. ദൈവമേ, ആ കുടുംബങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. ആർക്കും രോഗവും പ്രയാസമൊന്നും വരരുതേ. പഠിക്കുന്ന മക്കളൊക്കെ അകലെ ആയിരിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണേപ്പാ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന ഏതകലെയായിരുന്നാലും എൻ്റെ പിതാവ് ശ്രദ്ധ വെച്ച് കേൾക്കുമെന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിന് പ്രകാരം ഇതുവരെയും കാത്തു പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളെ കർത്താവെ ഡിസ്ട്രിക്ട് സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹായിടവയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമേ. ഇതെല്ലാം വെറുതെ പിതാവേ ഞങ്ങളുടെ മനസ്സിനൊരു രൂപാന്തരത്തിന് വേണ്ടി ഇതൊക്കെ ഉണ്ടായി എന്ന് മാത്രം ഞങ്ങൾ വിശ്വസിക്കുന്നു. താഴ്മയുടെ ഹൃദയം തരണമേ, മനസ്ലിമിൻ്റെ ഹൃദയം തരണമേ, പ്രാർത്ഥനയുടെ ഹൃദയം തരണമേ, പരസ്പരം സ്നേഹിപ്പാനുള്ള ഹൃദയം തരണമേ. ഞാനെന്നുള്ള ഭാവം ഞങ്ങളിൽ ഉണ്ടായിരുന്നേപ്പാ. ദൈവമേ, ഒരു ക്രമയിൽ കൂടെ ഒരു വൈറസിൽ കൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ധനവാനെന്നോ ദരിദ്രനെന്നോ ദൈവമേ ചെറുപ്പമോ വലിപ്പമോ ഇല്ലാതെ എല്ലാവരിലും പ്രവർത്തിച്ചു. യേശുപ്പാ, ഞങ്ങൾ എന്തൊക്കെ എങ്ങനെയൊക്കെ പറയണമെന്ന് അറിഞ്ഞേ ദൈവമേ. ദൈവം തന്നെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വഴിയെടുത്തണമേ. ഞങ്ങൾ ആലയത്തെ നടത്തണമേ. ഏറ്റവും വേഗം തുറന്ന് പ്രവർത്തിക്കാൻ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ ദൈവമേ ഞങ്ങളുടെ മധ്യയായിരിക്കുന്ന സുവിശേഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു വർഷം ഞങ്ങളോടൊപ്പമായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയിലൂടെയും വചനത്തിലൂടെയും സംഘടനാ പ്രവർത്തനം ഞങ്ങളുടെ മക്കളുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചു. ദൈവം ഒരു വർഷക്കാലം കാത്തു സ്നേഹമായിട്ട് ഞങ്ങളുടെ മധ്യേ ഇനി എവിടെയായിരുന്നാലും കുടുംബമായി അനുഗ്രഹിച്ച് ആശ്രയിക്കണമേ. നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യോശുവോടെ കൽപ്പിച്ച ദൈവം പ്രിയമാനോടുകൂടെ ഉണ്ടായിരിക്കണമേ. പിഞ്ചു മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവിധ നന്മകളാലും നിറച്ച് വഴിയെടുത്തണമേ. അതേപോലെ ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇതുവരെ അച്ഛൻ്റെ പ്രവർത്തനവും പ്രാർത്ഥനയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രയോജനമുള്ളതായിരുന്നു. ഇനിയും കൂടുതലായ പ്രവർത്തനം പ്രാർത്ഥിപ്പാനും എൻ്റെ പരിശുദ്ധ പിതാവ് സഹായിക്കണമേ.
കുടുംബം അനുഗ്രഹിക്കണമേ. പിച്ചു പൈതലിനെ അനുഗ്രഹിക്കണമേ. ചർച്ച കമ്മിറ്റി ആയിരിക്കുന്ന ഇവിടെ ആയിരിക്കും ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എന്തൊക്കെയാണ് നന്മകൾ ആവശ്യം ദൈവം അറിയുന്നു. അങ്ങ് തന്നെ നൽകി അനുഗ്രഹിക്കണമേ. വിട്ടുപോയ കാര്യത്തിൽ എൻ്റെ പിതാവിൻ്റെ അനുഗ്രഹം വരണമേ. തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിക്കും പോലെ ഞങ്ങളുടെ പാടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷകർത്താസ ദോഷങ്ങൾ ഒഴിക്കണമേ. രാജ്യം, ശക്തി, മഹത്വം ഇന്ന് വന്നേക്കും. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ സഭയിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച സ്നേഹവും ബഹുമാനമുള്ള ജയരാജ് സുവിശേഷകർക്ക് യാത്രാമംഗളങ്ങൾ നേർന്നുകൊണ്ട് സഭാ സെക്രട്ടറി 2 വാക്ക് ഇപ്പോൾ സംസാരിക്കും. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. സ്നേഹവും ബഹുമാനമുള്ള അരുണാചൽ, പ്രിയമുള്ള ഇടവക കുടുംബാംഗങ്ങളെ, ഇത് നാം ഒരു പ്രത്യേക തികച്ചും വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. COVID-19 എന്ന പാൻഡമിക്കിൻ്റെ പിടിയിലമർന്ന ലോകം ഇന്ന് അതിൻ്റെ വിമോചനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പോരാടിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ലോക്ക്ഡൗൺ മൂലം സമസ്ത മേഖലയും ഇന്ന് ഒട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നു. ലോകമാകെ തന്നെ റിസഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. ഇന്ത്യയിലാകെ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം RBI ഗവർണർ പറഞ്ഞു, ഇവിടുത്തെ നാഷണൽ GDP വളരെ നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സമസ്ത മേഖലയിലും ലോകമെമ്പാടും തന്നെ ദേവാലയങ്ങൾ കുട്ടിയടക്കപ്പെട്ടിരിക്കുന്നു, ആരാധനകൾ ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനൊരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ഈ പ്രതികൂല കാലഘട്ടത്തിലും വളരെ വ്യത്യസ്തമായി നമുക്ക് ഓൺലൈനിലൂടെ നമ്മുടെ ഇടവക അംഗങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചകളിലെ ആരാധനയും കഴിഞ്ഞ വിശുദ്ധ ആരാധന ഉൾപ്പെടെ എല്ലാം തന്നെ ഇടവക കുടുംബങ്ങൾക്ക് ലഭ്യമാക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. അതിനുവേണ്ട എല്ലാ ഒത്താശയും ഫലപ്രദമായി തന്ന, അത് കോർഡിനേറ്റ് ചെയ്ത അരുണച്ചന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ അതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്ത മിസ്റ്റർ മെൽവിൻ ജോൺ, കൂടെ ഉണ്ടായിരുന്ന ഷൈൻ, ഫെയർ മാസ്റ്റർ എന്നിവർക്കെല്ലാം ഞാൻ ഈ അവസരത്തിൽ ആദ്യമായി നന്ദി പറയുകയാണ്. നമ്മുടെ സഭയിലെ സഹ ശുശ്രൂഷകനായിരുന്ന പ്രിയമുള്ള ജയരാജ് സുവിശേഷകർ അദ്ദേഹത്തിൻ്റെ 1 വർഷത്തെ ട്രെയിനിങ് കാലാവധി പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തെ മഹായിടവക നിർദ്ദേശപ്രകാരം കണ്ണമല സെമിനാരിയിൽ നിന്ന് 1 വർഷത്തേക്കാണ് നമ്മുടെ സഭയിലേക്ക് പോസ്റ്റ് ചെയ്തത്. അദ്ദേഹം ആ കാലഘട്ടം ഇപ്പോൾ പൂർത്തിയാക്കുകയാണ്. ജയരാജ് സുവിശേഷകരെ നമുക്കെല്ലാവർക്കും അറിയാം. എളിമത്തം കൊണ്ടും വളരെ സഹൃദയമാണ്, വളരെ ശാന്ത സ്വഭാവക്കാരനാണ്. അദ്ദേഹം എല്ലാ ഞായറാഴ്ചകളിലും കുടുംബമായി തന്നെ ഇവിടെ രാവിലെ വരികയും ആരാധന കഴിഞ്ഞ് എല്ലാ സംഘടനാ പ്രവർത്തനങ്ങൾക്കും സജീവമായി പങ്കെടുത്ത ശേഷം മാത്രമേ മടങ്ങാറുള്ളൂ. നമ്മുടെ അരുണച്ചൻ്റെ ശിക്ഷണത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു ട്രെയിനിങ് ഇവിടെ ലഭ്യമായെന്നാണ് ഞാൻ കരുതുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് അദ്ദേഹം വളരെ നല്ല ശുശ്രൂഷയാണ് ഇടവകയ്ക്കും നൽകിയിരിക്കുന്നത്. അതിനെല്ലാത്തിനും നന്ദിയുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്ത് പറയുമ്പോൾ അദ്ദേഹത്തെക്കാൾ ഉപരിയായി ഒരു കലാ ആസ്വാദകനും കലാഹൃദയമുള്ള ഒരു മനുഷ്യനും കൂടെയാണ്, ഒരാളാണ്. കാരണം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഒരു കിങ്ഡം 2019 എന്ന കലാസാംസ്കാരിക പരിപാടിയിൽ അദ്ദേഹം വളരെ സജീവമായി പങ്കെടുക്കുകയും അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത 1-2 സ്കിറ്റുകൾ അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഏറ്റവും ഒടുവിലായി ഈ ഷട്ട് ഡൗൺ കാലഘട്ടത്തിൽ ഓൺലൈനായി BBS
സംഘടിപ്പിച്ചുകൊണ്ട് വളരെ മികവുറ്റതാക്കി. അത് വളരെ നമ്മുടെ ഇടവകയിലെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിനും കുടുംബവും നമ്മുടെ ഇടവകയ്ക്കായി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും നല്ല ശുശ്രൂഷകൾക്കും ഇടവക കമ്മിറ്റിയുടെ പേരിലും ഇടവകയുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. ഈ സമയം അദ്ദേഹം ഇനിയുമുള്ള അദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തിയാക്കി യഥാസമയം തന്നെ പൂർത്തിയാക്കുകയും ഇടവകയുടെ മറ്റ് പ്രവർത്തനങ്ങൾ ശുശ്രൂഷകൾ കൂടുതൽ ഉന്നതയിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഒരു സ്നേഹോപകരമായി അദ്ദേഹത്തിന് ഒരു മൊമെൻ്റെയും ഒരു ക്യാഷ് ഗിഫ്റ്റും കൊടുക്കാനായി ഞാൻ സ്നേഹമുള്ള അരുണാച്ചനെയും അത് സ്വീകരിക്കാനായി ജയരാജ് സുശേഷരെയും ഞാൻ ക്ഷണിച്ചു. നമുക്കെല്ലാവർക്കും മറ്റൊരു കാര്യം കൂടെ നമ്മുടെ സഭാശുശ്രൂഷനായ ശ്രീമുള്ള അരുണാച്ചൻ അദ്ദേഹത്തിൻ്റെ വൈദിക ശുശ്രൂഷയിൽ 10 വർഷം ഓർഡിനേഷനിൽ പിന്നിടുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. എനിക്ക് വളരെ നേരത്തെ തന്നെ അറിയാം. കാരണം എൻ്റെ മാതൃസഭയായ നെല്ലിക്കാപ്പുഴ സഭയിൽ അദ്ദേഹം വൈദികനായിരുന്നു. ആ സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിവൈഭവവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനശൈലിയും എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. നമ്മുടെ പൂജപ്പുര ഇടവയിൽ അദ്ദേഹം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തായാലും ദൈവിക നിയോഗം പോലെ തന്നെ നമുക്കത് കിട്ടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മികവുണ്ടായി. അദ്ദേഹം ഇനിയും കൂടുതൽ നമ്മുടെ ദക്ഷിണേന്ത്യ സഭയുടെ മുകളിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിന് 10 വർഷം തികയുന്ന ഈ സന്ദർഭത്തിൽ, ഓർഡിനേഷൻ്റെ 10 വർഷം തികയുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു സ്നേഹോപകരമായി ഒരു മൊമെൻ്റ് നൽകാനായി ഞാൻ സഭ അക്കൗണ്ടൻ ശ്രീ സന്തോഷ് കുമാർ അത് സ്വീകരിക്കാനായി അച്ഛനെയും ക്ഷണിച്ചു. കൂടെ ഒരു വളരെ സമീപഭാവിയിൽ നമുക്കെല്ലാം ഒരുമിച്ച് ഈ ദേവാലയത്തിൽ പ്രവേശിക്കാനും നമുക്ക് ഒരുമിച്ച് തന്നെ ആരാധന സമർപ്പിക്കാനും കർത്താവിന് സമർപ്പിക്കാനുള്ള അവസരം എത്രയും വേഗം ഉണ്ടാകട്ടെ, ലഭ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നമ്മയെല്ലാം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് 70-ാമത്തെ ഗീതം പാടാം. ഗീതം 70. Thank you.
മാറാട്ടെ. പ്രത്യേകിച്ചും ദൈവജന ചിന്തയ്ക്ക് മുൻപായി ചില നന്ദി വാക്കുകൾ മാത്രം നിങ്ങളുടെ മധ്യയിൽ പറഞ്ഞിട്ട് ദൈവജന ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു വർഷക്കാലം അനുഗ്രഹീതമായ രീതിയിൽ ഇവിടെ ദൈവകൃപയിലായിരിക്കാൻ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ചും വിവിധ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് അനുവാദം നൽകിയ അച്ഛൻ, ഇവിടേക്ക് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന ചർച്ച കമ്മിറ്റി അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, എല്ലാം ദൈവനാമത്തിലുള്ള നന്ദി സ്നേഹവും അറിയിക്കട്ടെ. വളരെ നല്ല രീതിയിൽ ഞങ്ങളെ കരുതിയ, ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളോടൊപ്പമായിരുന്നു എല്ലാവരും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ചും ഈ നിമിഷവും ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നൽകിയ ഉപകാരത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം വളരെ പ്രതികൂലങ്ങളുടെ നടുവിൽ ഞങ്ങളെ വളരെ സ്നേഹിച്ച, കരുതിയ ഒരു സഭയാണ്. ഈ ഒരു വർഷക്കാലം വളരെ സ്നേഹത്തോടു കൂടി ഒരു സഭയിലെ ശുശ്രൂഷ ചെയ്യും പോലെ ഇവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് നിങ്ങളെ ഞങ്ങൾ പ്രാർത്ഥനകൾ ഓർക്കും. നിങ്ങൾ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. അടുത്ത് മഹായിടവ് പറഞ്ഞിരുന്നത് ഇൻഡക്ഷൻ നൽകുകയും അടുത്തൊരു സഭയിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുമെന്നാണ്. എത്രയും പെട്ടെന്ന് ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളും പ്രാർത്ഥന ഓർക്കും. ഇന്നത്തെ ദൈവജന ചിന്തയ്ക്കായിട്ട് നമ്മുടെ സമയത്തെ വേർതിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന, എഴുതുന്ന ദൈവമേ, ഞങ്ങൾക്കായി അവിടെ നൽകുന്ന എല്ലാവിധ കരുതലുകൾക്കായും സംരക്ഷണത്തിനായിട്ടും നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ വഴിനിർത്തുന്ന, ഞങ്ങളെ പ്രബോധിപ്പിക്കുന്ന, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ചിന്തകൾ നൽകുന്ന ദൈവിക കൃപകൾക്കായി നന്ദി അർപ്പിക്കുന്നു. ദൈവജനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഫലത്തെ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമുക്ക് മഹായിടവയായ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം എന്ന വിഷയമാണ് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം. പരിശുദ്ധാത്മാവിനെ നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിവുള്ള കാര്യമെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പുതിയ നിയമ കാലഘട്ടത്തിൽ മാത്രമല്ല, പഴയ നിയമ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവെന്നും മറ്റ് പല വിധത്തിലും നമുക്ക് വേദപുസ്തകത്തിലൂടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. പഴയ നിയമത്തിൽ 389 പ്രാവശ്യം ഈ ആത്മാവ് എന്ന വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. അരാമ്യ പദം റൂഅഹ് എന്നാണ് ഈ പരിശുദ്ധാത്മാവിനെ, ആത്മാവിനെ കുറിച്ച് പറയുന്നത്. റൂഹ എന്നാണ് അരാമ്യ, സുറിയ ഭാഷകളിൽ പറയുന്നത്. ഈ വാക്കിന് അർത്ഥം നൽകുന്നത് കാറ്റ്, ശ്വാസം, അതായത് ജീവശ്വാസം, ചൈതന്യം, ശക്തി, മനസ്സ്, മാനസിക ഭാവം, വൈകാരിക ഭാവം എന്നിങ്ങനെ വിവിധ അർത്ഥങ്ങൾ നൽകിയിരിക്കുകയാണ്. പുതിയ നിയമത്തിലും ഈ വാക്കിന് നൽകിയിരിക്കുന്നത് പ്ന്യൂമ എന്ന ഗ്രീക്ക് പദമാണ് നൽകിയിരിക്കുന്നത്. ഇത് 370 പരം പ്രാവശ്യം ഈ വാക്ക് പറഞ്ഞിരിക്കുകയാണ്. ഇതിനും നേരത്തെ പറഞ്ഞ അർത്ഥങ്ങൾ കൂടാതെ വിവേചനം, ഇച്ഛ എന്നിവ നിയന്ത്രിക്കുന്ന ശക്തി, അരൂപികൾ, ദൈവത്തെ മാത്രം വിശേഷിപ്പിക്കുന്നത്, മറ്റാർക്കുമില്ലാത്ത ഗുണവിശേഷം, ഇങ്ങനെ പല കാര്യങ്ങളെ നമുക്ക് ഈ വാക്കിലൂടെയും ദർശിക്കുവാൻ, മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് എന്നുള്ള വാക്കുകളൊക്കെ പുതിയ നിയമത്തിൽ 53 പ്രാവശ്യം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ഈ പരിശുദ്ധാത്മാവ് ഒരു ശക്തി എന്ന് മാത്രം നമുക്ക് പറയുവാൻ കഴിയത്തില്ല. ഒരു പ്രത്യേക ആളത്വം, വ്യക്തമായ ആളത്വം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്നുണ്ട്, വികാരമുണ്ട്, ഇച്ഛയുണ്ട്, എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. നാം വേദപുസ്തകം പഠിക്കുമ്പോൾ അനേക കാര്യങ്ങളിൽ ഇടപെടുന്ന, പ്രവർത്തിക്കുന്ന, ഒരുപക്ഷെ
ദൃശ്യമായ സാന്നിധ്യമായി യേശു കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദൃശ്യമായ സാന്നിധ്യമായി, എന്നാൽ ദൃശ്യമായ പ്രവർത്തനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതായി നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഉറപ്പെന്താണ്? പ്രത്യാശ എന്താണ്? എന്താണ് ഈ വാഗ്ദത്തം നമുക്ക് നൽകുന്ന ശക്തി? അതാണ് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗങ്ങളിലൂടെ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. നമ്മൾ വായിച്ചു കേട്ട പുതിയ നിയമ വേദഭാഗം, സുവിശേഷ വേദഭാഗം ഇപ്രകാരം നമ്മോട് പറയുകയാണ്. യോഹന്നാൻ 14 അധ്യായം 16-18 വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. 18 വാക്യം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയും. ഈ പരിശുദ്ധാത്മ വാഗ്ദത്തത്തിന്റെ ഏറ്റവും പ്രധാന കാര്യമാണ് അനാഥരായി വിടുകയില്ല. ഇവിടെ അനാഥത്വം അനുഭവിക്കുന്ന, വളരെ പ്രതീക്ഷ അസ്തമിച്ച, വേദനയിലായിരിക്കുന്ന, ഇനി ആരും ഞങ്ങളെ സഹായിക്കാനില്ല, കരുതുവാനില്ല, സംരക്ഷിക്കുവാനില്ല എന്ന ഒരവസ്ഥയിലായിരുന്ന ദൈവജനത്തോട് യേശു വളരെ വ്യക്തമായി പറയുകയാണ്, വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങൾക്ക് സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ തരുവാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഈ സത്യത്തിന്റെ ആത്മാവ് ഉണ്ട്. അനാഥരായി വിടുകയില്ല എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ അനേക പ്രാവശ്യം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഒരു നാളും മറക്കയില്ല, ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല എന്നൊക്കെ നമ്മോട് പറയുന്നുണ്ട്. ഇവിടെ യേശു അങ്ങനെ പറയുമ്പോൾ നമ്മോട് കൂടെ ഇരിക്കുന്ന ഇമ്മാനുവേലിന്റെ സാന്നിധ്യത്തിന് തുല്യം തന്നെയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ യേശുവിന്റെ ആത്മാവ് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയുവാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 1 അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും കാണുമോ അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്നാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത്. അതേ യേശു തന്നെയാണ് ഇവിടെ ദൈവജനത്തോട് പറയുന്നത്, ഈ ആത്മാവിന് പകരാണ്. അതായത് ഒരു പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഇവിടെ നടക്കുകയാണ്. ഒരിക്കലും നമ്മിൽ നിന്ന് മാറാത്ത, നമ്മോട് കൂടെ ഇരിക്കുന്ന, ഏത് അപകടഘട്ടത്തിലും, ഏത് പ്രയാസഘട്ടത്തിലും, ഏത് വിധത്തിലുള്ള ആവശ്യങ്ങളുടെ മധ്യത്തിലും കൂടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യം, അതാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. അതാണ് ഇവിടെ നമ്മോട് വാഗ്ദത്തം ചെയ്യുന്നത്. ഒരിക്കലും നീ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ട്. ഈ സാന്നിധ്യം വെറും സാന്നിധ്യമല്ല. ഈ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? യോഹന്നാൻ 16 അധ്യായം 13 വാക്യം നമ്മോട് പറയുന്ന ഇപ്രകാരമാണ്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ച് തരികയും ചെയ്യും. സത്യത്തിന്റെ ആത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. വരുവാനുള്ളത് നമുക്ക് അറിയിച്ചു തരുന്നു കർത്താവ്. നമ്മൾ ഉപദേശിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടുന്ന വരുവാനുള്ളതിനെ അറിയിച്ചു തരുന്ന, നാളെ ചെയ്യേണ്ടതിനെ അറിയിച്ചു തരുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാര്യസ്ഥൻ എന്ന പദം 5 പ്രാവശ്യമാണ് നമുക്ക് ഈ വേദഭാഗങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നത്. 5 ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അതിൽ 4 പ്രാവശ്യവും ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം പാരക്ലേറ്റസ് എന്ന പദമാണ് നൽകിയിരിക്കുന്നത്. ആ പദത്തിന് അർത്ഥം ആശ്വാസപ്രദൻ, കാര്യസ്ഥൻ, ഉപദേശകൻ, വഴികാട്ടി എന്നൊക്കെയാണ്. അപ്പോൾ ഈ കാര്യസ്ഥനിലൂടെ നമുക്ക് പഴയ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വീടുകളിൽ കാര്യസ്ഥൻ എന്ന പദവിയിൽ ഒരാളുണ്ടായിരുന്നു. ആ കാര്യസ്ഥൻ ചെയ്തിരുന്നത് സകലത്തിനും മേൽനോട്ടമാണ്, സകല ഉപദേശങ്ങളും നൽകുക, സകല കണക്കും എല്ലാ കാര്യങ്ങളും ഈ കാര്യസ്ഥൻ അറിയാതെ ആ ഭവനത്തിൽ ഒന്നും സംഭവിക്കില്ല. ഇവിടെ അനാഥരായി വിടുകയില്ല എന്ന് കർത്താവ് നമ്മോട് പറയുന്നു. ഈ കാര്യസ്ഥന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ നിറവേറും. പൂർണ്ണമായിട്ടുള്ള നമ്മുടെ മേലുള്ള ഒരു അധികാരം കർത്താവിന് ഇന്നും ഉണ്ട്.
നമ്മെ നടത്തുവാൻ, നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുവാൻ ഇന്നും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. 1 കൊരിന്ത്യർ 3:16 നമ്മോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ എന്നാണ് ദൈവത്തിൽ നമ്മോട് ചോദിക്കുന്നത്. ഈ ആത്മാവ് വസിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലാണ്, നമ്മുടെ ഉള്ളത്തിലാണ്, നമ്മുടെ ശരീരത്തിലാണ് വസിക്കേണ്ടത്. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. 1 കൊരിന്ത്യർ 6:19 പറയുന്നത്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ തങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ എന്നാണ് ദൈവവചനം നമ്മോട് ചോദിക്കുന്നത്. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കണം. എന്തിനു വേണ്ടിയാണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്? നമ്മുടെ മേൽ ഈ പരിശുദ്ധാത്മാവിനെ വസിപ്പിക്കാൻ വേണ്ടി. നാം ഈ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമെന്ന്, നമ്മുടെ ശരീരം ഈ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമെന്ന് ദൈവജനമോട് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഈ ആത്മാവിനായി വിട്ടുകൊടുത്താൽ ആത്മാവ് നമ്മോടൊപ്പം വസിക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം വസിച്ചാൽ നമ്മൾ അനാഥരല്ല. നാം ഒരു പക്ഷേ വിദ്യാഭ്യാസത്തിന് പോയേക്കാം, വിദൂര സ്ഥലങ്ങളിലേക്ക് പോയേക്കാം, ഏത് സ്ഥലത്ത് പോയാലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. രണ്ടാമതായി നാം യോവേൽ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മോട് ദൈവത്തിന് പറയുന്ന പ്രകാരമാണ്, ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകുകയുമില്ല. 28-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്, അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരന്മാരുടെ മേലും ഞാൻ ആ നാളുകൾ എൻ്റെ ആത്മാവിനെ പകരും. ഇവിടെ ദൈവം നമ്മോട് പറയുന്നത് ലജ്ജിച്ച് പോകുകയില്ല. ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിനായി ജീവിതം സമർപ്പിക്കുന്ന വ്യക്തി ഈ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം നാം സ്വീകരിക്കുമ്പോൾ നമ്മോട് പറയുകയാണ്, ലജ്ജിച്ച് പോകുകയില്ല. ഇവിടെ എങ്ങനെയായിരുന്നവരാണ്? ഈ യോവേൽ പ്രവാചക പുസ്തകം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, പ്രയാസത്തിലായിരുന്ന ഒരു സമൂഹം തന്നെയാണ് അവിടെയും ആയിരിക്കും. അതിന്റെ 25-ാം വാക്യം പറയുന്നത് ഇപ്രകാരമാണ്, മഹാസൈന്യമായ വെട്ടുകിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. അതായത് വളരെ മ്ലേച്ഛമായ അനുഭവം, വളരെ നിരാശാജനകമായ അനുഭവം, എല്ലാം നശിച്ചു പോയ ക്ഷാമത്തിന്റെ അനുഭവം, അവരുടെ അധ്വാനമെല്ലാം നഷ്ടപ്പെട്ടു, പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. ആ സാഹചര്യത്തിലാണ് ദൈവം പറയുന്നത്, അതെല്ലാം നൽകാം, നിങ്ങൾ ഇനി ലജ്ജിച്ചു പോകുകയില്ല. കാരണം എന്താണ്? ആ ലജ്ജിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്, ഇനി ആ ലജ്ജ വരാതിരിക്കാൻ വേണ്ടിയാണ് സകല ജനത്തിന്മേലും ഈ ആത്മാവിനെ പകരും. ഈ ലോകത്തിൽ ചെറിയ പ്രശ്നം വന്നെന്നോ, വെട്ടുകിളി വന്നെന്നോ, തുള്ളൻ വന്നെന്നോ, ഇനി ക്ഷാമം വന്നെന്നോ, അല്ലെങ്കിൽ രോഗം വന്നെന്നോ, പ്രശ്നം വന്നെന്നോ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകത്തില്ല, പിന്മാറിപ്പോകത്തില്ല, പതറിപ്പോകത്തില്ല, തളർന്നു പോകത്തില്ല. കാരണം അവനോടൊപ്പം ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ട്. ഈ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് എന്താണ് ലഭ്യമാകുന്നത്? ഇവിടെ പറയുന്ന ഇപ്രകാരമാണ്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. മുമ്പ് ഒരുപക്ഷെ വിചാരിച്ചേക്കാം, അനേക വർഷങ്ങൾ തപസ് അനുഷ്ഠിച്ച് അല്ലെങ്കിൽ ദൈവത്തോടൊപ്പമായിരുന്നു, ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവം വരദാനമായി നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. ഒരുപക്ഷെ നാം പഴയ നിയമം പഠിക്കുമ്പോൾ ചിലരിലൊക്കെ ചില സമയത്ത് മാത്രം വന്നു പോകുന്ന ഒരു സാന്നിധ്യമായിരുന്നു ദൈവാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. എന്നാൽ ഇവിടെ പറയുകയാണ് സ്ഥിരമായി നിൽക്കുന്ന സാന്നിധ്യം, എല്ലാവരുടെ മേലുമുള്ള സാന്നിധ്യം. ആ സാന്നിധ്യമാണ് നമ്മുടെ പുത്രന്മാരും പുത്രിമാരും ചില നിമിഷം മാത്രം ആയവർക്ക് പോലും പ്രവചിക്കുവാനായിട്ട് പോവുകയാണ്. അവരുടെ മേൽ ദൈവാത്മാവിനെ പകരുവാനായിട്ട് പോവുകയാണ്. ഇന്ന് അതാണ് നമുക്ക് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലൂടെ നാം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഈ പ്രവചനം നിവൃത്തിയായി എന്നാണ് അപ്പോസ്തലൻ നമ്മോട് വാദിക്കുന്നത്. നമുക്ക്
ഇത് വിവരിച്ചു നൽകുന്നു. കാരണം യോവേൽ പ്രവാചകന്റെ പ്രവചനം അവിടെ സകല മനുഷ്യരുടെ മേലും ഈ ആത്മാവ് നൽകപ്പെടുകയാണ്. ഇന്ന് അതുകൊണ്ടാണ് കുഞ്ഞു കുട്ടികൾക്ക് പോലും ദൈവവചനം വായിക്കുവാൻ, വ്യാഖ്യാനിക്കുവാൻ, പ്രവചിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, പ്രസംഗിക്കുവാൻ ഒക്കെ കഴിയുന്നത്. നമുക്കും അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെയും ആക്കി തീർക്കാം. നമ്മുടെ തലമുറയും അതുപോലെ വളർന്നു വരട്ടെ. ഇവിടെ ദൈവവചനം പറയുകയാണ്, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അവർ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, അവരുടെ മധ്യേ ദൈവം അത് നൽകുകയാണ്. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എല്ലാം അസ്തമിച്ചു എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ് വൃദ്ധന്മാർ. ഇനി മരണം മാത്രം മുന്നിൽ, എന്നാൽ അവർ പോലും എന്ത് കാണുകയാണ്? സ്വപ്നങ്ങളെ കാണും. ഇനിയും അവർക്ക് പലതും കാണുവാനായിട്ടുണ്ട്, കേൾക്കുവാനായിട്ടുണ്ട് എന്ന് അവർ പോലും മനസ്സിലാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴും ആ സ്ഥലത്ത് ദൈവം പറയുകയാണ്, ഇനിയും നിങ്ങൾക്ക് സ്വപ്നം കാണുവാനായിട്ട് സാധിക്കും. ആ സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കും. യോസേഫിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, യോസേഫ് പൊട്ടക്കിണറ്റിൽ വീഴുമ്പോഴും അവന്റെ ഉള്ളിൽ ആ സ്വപ്നമുണ്ടായിരുന്നു, ദൈവിക ദർശനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സ്വപ്നം അവൻ അവിടെ കൊണ്ട് തീർന്നില്ല, അത് അവന്റെ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് പിന്നീട് അവന് രാജകൊട്ടാരത്തിലെ പ്രമുഖ സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുവാനിടയായിരുന്നു. ഇവിടെ ദൈവവചനം പറയുകയാണ്, വൃദ്ധന്മാരും മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നവരും അവർക്ക് സ്വപ്നം കാണുവാൻ ഇനിയും ജീവിതമുണ്ട്. ഈ കോവിഡിന്റെ മഹാഭീതിയിലായിരിക്കുമ്പോൾ അനേകരുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകും. അനേകർ മരണം മാത്രം മുന്നിൽ കണ്ടിരിക്കുന്നു. ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടു, ഉപജീവനമാർഗങ്ങൾ നഷ്ടപ്പെട്ടു, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു, എല്ലാം മുടങ്ങിയിരിക്കുന്നു. ദൈവം പറയുകയാണ്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, സ്വപ്നം കാണാം, ആ സ്വപ്നം യാഥാർത്ഥ്യമാണ്. ഇവിടെ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദർശനം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമാണ് പരാജയപ്പെട്ട സമൂഹം. എന്നാൽ ദർശനമുള്ള ഒരു സമൂഹം, കാഴ്ചപ്പാടുള്ള സമൂഹം എന്ന് പറയുന്നത് കുതിച്ചുയരുന്ന സമൂഹമാണ്. നാം കാണേണ്ട ദർശനം ഇന്ന് ജീവിക്കുവാനുള്ള ദർശനമല്ല, നാളത്തെ, അടുത്ത വർഷത്തെ, വീണ്ടും വീണ്ടും ഒരു നല്ലൊരു ദർശനം കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് എത്രത്തോളം വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളെ കാണുവാനും പ്രവർത്തിക്കുവാനും കഴിയുമോ, ദർശനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുമോ, ആ ദർശനത്തിനനുസരിച്ച് പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ, അതാണ് ഒരു വ്യക്തിയുടെ വിജയം. ഇവിടെ പറയുകയാണ്, യൗവനക്കാർ, ചോരത്തിളപ്പുള്ളവർ, നശിച്ചു പോകേണ്ടവർ, അല്ലെങ്കിൽ അവരുടെ യൗവന മോഹങ്ങളിൽ ജീവിക്കുന്നവർ, അവർ ദർശനമുള്ളവരായി മാറ്റും. വെറുതെ കളിച്ചു തിരിച്ച് തമാശയായിട്ട് ജീവിതം കളയുന്നവരായിട്ടല്ല, പിന്നെയോ ദർശനമുള്ളവരായിട്ട്, മൂല്യമുള്ളവരായിട്ട് ജീവിക്കും. ദൈവവചനം നമ്മോടും അതാണ് ആവശ്യമുള്ളത്. നമ്മോടും പറയുന്നതാണ്, നിങ്ങൾ നശിച്ചു പോകേണ്ടവരല്ല, മൂല്യമുള്ളവരായിട്ട് ജീവിക്കണം. ദാസന്മാരുടെ പേരും ദാസിമാന്മാരുടെ പേരും ദൈവം ആത്മാവിനെ പകരും. അതായത് സകല പേരുടെ പേരും, എല്ലാ ജോലി ചെയ്യുന്നവരുടെ പേരും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരുടെ മേലും ദൈവാത്മാവിനെ പകരുവാനായിട്ട്, സ്ഥാനമോ ഭാഷയോ മറ്റൊന്നും നോക്കാതെ, യാതൊരു വിധത്തിലുള്ള പരിഗണനയും കൂടാതെ ദൈവം എല്ലാവർക്കും ഈ ആത്മാവിനെ പകരുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ലജ്ജിച്ച് പോകത്തില്ല. വേദപുസ്തകം വളരെ വ്യക്തമായി അനേക സ്ഥലങ്ങൾ നമ്മോട് പറയുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്നവർ ഒരു നാൾ ലജ്ജിച്ചു പോവുകയില്ല. പിന്നെയോ തങ്ങളെ എതിർക്കുന്നവർ, തങ്ങളെ അപമാനിക്കുന്നവർ, അവരാണ് ലജ്ജിച്ച് പിന്തിരിഞ്ഞ് അപമാനത്തിലേക്ക് പോകുന്നത്, നാണിച്ചു പോകുന്നതെന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവർ ലജ്ജിച്ചു പോകുന്നില്ല. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 22-23 വാക്യം പ്രകാരം നമ്മോട് പറയുകയാണ്, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. അതിനർത്ഥം ശിക്ഷാവിധി ഇല്ല. ശിക്ഷാവിധി ഇല്ല. പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിക്ക്, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം പ്രാപിച്ച വ്യക്തിക്ക് ശിക്ഷാവിധി ഇല്ല. ഈ വകയ്ക്ക് വിരോധമായി യാതൊരു ന്യായപ്രമാണമില്ല. അതായത് ന്യായപ്രമാണം എന്താണ് നൽകുന്നത്? പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തുകയാണ്. ഇത് ചെയ്താൽ ഇന്ന ശിക്ഷയുണ്ട്, ഇത് ചെയ്താൽ ഇന്ന ശിക്ഷയുണ്ട് എന്ന് ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അതിനുള്ള പരിഹാരം, അതിനുള്ള ശിക്ഷ ഒക്കെ നൽകുകയാണ്. എന്നാൽ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്
യാതൊരു ശിക്ഷയും ഉണ്ടാവില്ല. കാരണം അവൻ ആത്മാവിലാണ് ജീവിക്കുന്നത്. അവന് തെറ്റ് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അവനിൽ യാതൊരു തെറ്റും ഉണ്ടാകത്തില്ല. ഈ ഫലം ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് ന്യായപ്രമാണത്തെ നോക്കേണ്ട കാര്യമില്ല. കാരണം ന്യായപ്രമാണം മുഴുവൻ അവനിൽ ഉള്ളടങ്ങിയിരിക്കുകയാണ്. അതാണ് ഗലാത്യർക്ക് ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്: നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ഇനി നാം ശിശുവിനെ പോലെ ആയിരിക്കേണ്ടതല്ല. ആത്മാവിന്റെ വാഗ്ദത്തം പൂർണ്ണമായി പ്രാപിച്ചവൻ അവനൊരു നല്ല ഒരു പൗരൻ. അതുകൊണ്ടാണ് പുരുഷത്വം കാണിപ്പാനായിട്ട് ദൈവജനോട് പറയുന്നത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനിനി വെറും ശിശുവിനെ പോലെ നടക്കേണ്ടവനല്ല, ശിശുവിനെ പോലെ ചിന്തിക്കേണ്ടവനല്ല. അവൻ കൂടുതൽ ഗൗരവത്തോടെ കാര്യങ്ങളെ കാണുകയും വളരെ തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവനാണ്. അവൻ്റെ മുൻപിൽ യുക്തിക്ക് സ്ഥാനം ഇല്ല. അവൻ്റെ മുൻപിൽ സകലവും തെളിവായി കാണും. നാം റോമർക്ക് ലേഖനം 8-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മോട് പറയുകയാണ്: ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ നീതി നമ്മിൽ നിവൃത്തിയാകും. അതാണ് ആത്മാവിന്റെ ഫലം നമുക്ക് നൽകുന്ന, ആത്മാവ് നമുക്ക് നൽകുന്ന ഒരു പ്രത്യാശ. ശിക്ഷാവിധി ഇല്ലാത്ത അനുഭവം, സകല ന്യായപ്രമാണത്തിന്റെയും നീതി നിവർത്തിക്കുന്ന അനുഭവം. ഈ ആത്മാവിന്റെ ഫലത്തിൽ പറയുന്ന ഒരു കാര്യം ഇവിടെ റോമർക്ക് ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം നമ്മോട് പറയുക: അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കുന്നത്. അവനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ എന്ന് നമ്മോട് പറയുന്നു. സ്നേഹിക്കുന്നവൻ, അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. ഇവിടെ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇത് പല ഫലങ്ങളല്ല, ആത്മാവിന്റെ ഒറ്റ ഫലമായിട്ടാണ് ദൈവം കൊടുക്കുന്നത്. ഈ ഫലങ്ങളെല്ലാം നമ്മിൽ ഉണ്ടായാൽ ഒരിക്കലും ജഡത്തിന്റെ പ്രവൃത്തി നമ്മിൽ ഉണ്ടാകത്തില്ല. ജഡത്തിന്റെ ഫലങ്ങളിൽ പറയുകയാണെങ്കിൽ ധാരാളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം പ്രാപിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ വാഗ്ദത്തമുണ്ട്. ഇത് ഇതുവരെയും പ്രാപിച്ചിട്ടില്ലാത്ത എല്ലാവരും ഇന്ന് പ്രാപിക്കണം. പ്രാപിച്ചാൽ നമുക്ക് ലഭ്യമാകുന്നത് എന്താണ്? ഒരു ദൈവം നമ്മോട് പറയുകയാണ്: നാം ലജ്ജിച്ചു പോകാൻ ഇടവരുത്തത്തില്ല, നാം ശിക്ഷയിൽ അകപ്പെട്ടു പോകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നത് ഒരു വലിയ സുരക്ഷിതത്വമാണ്. ഒരിക്കലും അനാഥത്വം നമുക്ക് അനുഭവിക്കാൻ ഇടയാകത്തില്ല എന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് എഫെസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം നമ്മോട് ഇപ്രകാരം പറയുകയാണ്: ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു, അവനാണല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിച്ചാൽ നമുക്ക് വളരെ പ്രയാസമാണ്. കാരണം ദൈവത്തിന്റെ ആത്മാവിനോട് ചെയ്യുന്ന പാപം ക്ഷമിക്കുവാൻ വളരെ പ്രയാസമായിട്ടാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. എബ്രായർ 6:4 പ്രകാരം പറയുകയാണ്: ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറി പോയാൽ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്നാണ് നമുക്ക് ആ വേദഭാഗം കാണുവാൻ സാധിക്കും. ദൈവത്തിനോട് പറയും. അതുകൊണ്ട് ഇനി മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനോട് എതിരായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല. ഈ പരിശുദ്ധാത്മാവിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല. ഒരിക്കൽ ശീമോൻ അതിന് ശ്രമിച്ചു. അത് അവിടെ തിക്താനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും ഇത് പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല. ശിഷ്യന്മാരോട് പറയുന്നത്: കാത്തിരിപ്പിൻ, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് നിങ്ങൾ പുറപ്പെട്ടു പോകണം. യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ. ഇതുവരെയും പ്രാപിക്കാത്തവർ കർത്താവിനോട് ചേർന്ന് ചോദിച്ച്: കർത്താവേ, ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എനിക്ക് വേണം. ഈ സാന്നിധ്യത്താൽ എനിക്ക് വിജയകരമായ ജീവിതം നയിക്കണം. ഈ സാന്നിധ്യത്താൽ ഞാൻ അനാഥത്വമല്ല, സുരക്ഷിതത്വമായിട്ട് എൻ്റെ കൂടെ ഒരു വ്യക്തി ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ജീവിക്കട്ടെ. ഈ ആത്മാവിനാൽ ഞാൻ ഇനി
സന്തോഷത്തോടെ ലജ്ജിച്ചു പോകാതെ ജീവിക്കട്ടെ. ഈ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ഈ ആത്മാവിനാൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഞാൻ ന്യായവിധിയിൽ പോകാതെ, ഞാൻ ഒരിക്കലും ശിക്ഷാവിധിയിലേക്ക് പോകാതെ ഞാൻ നിത്യരാജ്യത്തിന് അവകാശിയായി തീരട്ടെ. അതിനായിട്ടാണ് നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുകയാണ്. ദൈവരാജ്യത്തിന് അവകാശിയായി തീരപ്പെടുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ നിന്നും 256 ഗീതം പാടി പ്രാർത്ഥിച്ച് ആരാധന അവസാനിപ്പിക്കും. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ സമയത്തെ വേർതിരിക്കാം. പ്രാർത്ഥന. സകല ചരാചരങ്ങളുടെ വശവും സൃഷ്ടിതാവും പരിപാലനമായിരിക്കും ദൈവം, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾക്കൊന്ന് ചിന്തിക്കുവാൻ, ഈ വാഗ്ദത്തത്തെ ഞങ്ങളും പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിച്ചതുപോൽക്കായി നന്ദി അർപ്പിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, വാക്ക് മാറാത്തവനാണ്. എന്നാൽ ഈ വാഗ്ദത്തം പ്രാപിക്കാത്ത ഞങ്ങളാണ് കുറവുള്ളവരെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് ഈ സംരക്ഷണം ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്കിൽ, അനാഥത്വം ഞങ്ങൾ ഇപ്പോഴും അനുഭവിക്കുകയാണെങ്കിൽ ഞങ്ങളാണ് ഈ വാഗ്ദത്തം പ്രാപിക്കുന്നത്. ഇതുവരെയും ഞങ്ങൾ ലജ്ജയിൽ ജീവിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അനുഭവിച്ചിട്ടില്ല. ഇതുവരെയും കർത്താവെ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയാതെ ശിക്ഷാവിധിയിലാണെങ്കിൽ കർത്താവെ ഇനി മുതൽ ഞങ്ങൾ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഈ ആത്മാവിന് വിരുദ്ധമായി ഞങ്ങളൊന്നും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ആത്മാവിനോട് കാപട്യം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല.
കാപട്യം പറഞ്ഞ വ്യക്തിയുടെ ശിക്ഷ ക്ഷണത്തിൽ തന്നെയുള്ള മരണമായിരുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥം വരാതെ വണ്ണം അവിടുന്ന് കാത്തുകൊള്ളണമേ. മാനസാന്തരം കർത്താവെ പരിശുദ്ധാത്മാവിനെ നിന്ദിച്ചാൽ കഴിവുള്ളതല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിന്ദിക്കാതെ ആത്മാവിനോടൊപ്പം പുതുശക്തിയിൽ, പുതുകൃപയിൽ, കൃപാവരങ്ങളോടുകൂടി ദൈവിക ശക്തിയോടുകൂടി ജീവിക്കാൻ അവിടെ നിന്ന് സഹായിക്കുമാറാണ്. ഓരോ വ്യക്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാണ്. കർത്താവ് ഈ ആലയത്തിലെ കുടുംബങ്ങളെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛനെ കുടുംബത്തെ, സഭാ കമ്മിറ്റി അംഗങ്ങളെ, സഭയുടെ സംഘടനാ കുടുംബങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. ഏവരെയും ശക്തീകരിക്കണമേ, അവിടുന്ന് ബലപ്പെടുത്തും. ഈ നാളുകൾ കൊറോണയുടെ ഭീതിയിലായിരിക്കുമ്പോൾ അവിടുന്ന് ദേശത്തെ സന്ദർശിക്കണമേ. കർത്താവ് ലോകത്തെ സന്ദർശിക്കണമേ. എത്രയും പെട്ടെന്ന് കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് എന്നെ ആരാധിപ്പാൻ, അങ്ങനെ സ്തുതിപ്പാൻ, ദൈവാലയത്തിൽ അങ്ങനെ മഹത്വപ്പെടുത്താൻ അവിടുന്ന് സഹായിക്കും. കർത്താവ് രോഗികളായിരിക്കും സൗഖ്യത്തെ അവിടുന്ന് പ്രദാനം ചെയ്യും. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും അവിടുന്ന് ഉത്തരം നൽകുകയാണ് എന്ന് പറയും. കഴിഞ്ഞൊരു വർഷക്കാലം കർത്താവ് ഈ സഭയിൽ ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് അടിയനെ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് ഇവിടെ ഒരുക്കിയ എല്ലാവിധ സാഹചര്യങ്ങൾക്കായി അങ്ങേക്ക് നന്ദി അറിയിക്കും. അവിടുന്ന് ഈ സഭയെ, ദേശത്തെ കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും. സകല നന്മയിലും എല്ലാവരും അവിടുന്ന് ബലപ്പെടുത്തും. ഈ സഭ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിപ്പാൻ അവിടുന്ന് സഹായിക്കും. യേശുവിന്റെ നാമം തന്നെ ആമേൻ. സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജാവും പുരോഹിതന്മാരും ആക്കി തീർത്തവരുമായവന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു രക്ഷിക്കട്ടെ. കർത്താവ് തന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. കർത്താവ് തന്റെ മുഖപ്രകാശം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ.